ഹായ് ഹലോ നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഈ 2024 എൻ്റെ പ്ലാനിനെ കുറിച്ചാണ്. നോർമലി നമ്മൾ ഇതിനു മുന്നേ 2 വീഡിയോയിൽ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞതാണ്. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. വീഡിയോ മുഴുവൻ കാണുന്നത് വഴി നിങ്ങൾക്ക് കിട്ടുന്നത് 4 കാര്യങ്ങളാണ്. ഈ 4 കാര്യങ്ങൾ നിങ്ങൾക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ എന്നോടൊപ്പം ഇംപ്ലിമെൻറ്റ് ചെയ്യാം. 2024 എന്നെപ്പോലെ തന്നെ നിങ്ങൾക്കും അതിൻ്റെ ബെനഫിറ്റുകൾ അനുഭവിക്കാൻ പറ്റും. അപ്പം നമുക്ക് 4 കാര്യങ്ങൾ എന്താണെന്ന് നോക്കാം. അതിൽ ആദ്യമായിട്ട് പറയാനുള്ളത് ഹെൽത്തിനെ കുറിച്ചാണ്. ഹെൽത്തിന് തീർച്ചയായും നിങ്ങൾ ഈ ഒരു വർഷം മുഴുവൻ പ്രാധാന്യം കൊടുക്കുക. നോർമലി ആളുകൾ പറയുന്ന കാര്യങ്ങളാണ്. ഇപ്പോൾ വർക്ക് ചെയ്യുന്നവരാണെങ്കിലും ഫുൾ ടൈം ഇരുന്ന് വർക്ക് ചെയ്യുന്നവരായിരിക്കും, അല്ലെങ്കിൽ ജോലിക്ക് പോകുന്നവരാണെങ്കിലും രാവിലെ മുതൽ വൈകുന്നേരം ഇരിപ്പ് തന്നെയാണ്. ഇനിയിപ്പോൾ വീട്ടിലിരിക്കുന്ന സ്ത്രീകളാവട്ടെ, അവർ നോർമലി ചെയ്യുന്നത് എന്താ, വീട്ടിലെ ജോലി ചെയ്യുന്നുണ്ട്, അപ്പോൾ എന്താണെങ്കിലും നടക്കുന്നുണ്ടല്ലോ, അപ്പോൾ പിന്നെ വേറെ എക്സസൈസോ കാര്യങ്ങളോ ഒന്നും വേണ്ട, അതുതന്നെ ഹെൽത്തിന് പ്രാധാന്യമുള്ള കാര്യമാണ് എന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ട്. സോ അങ്ങനെയല്ല അതിൻ്റെ ഒരു റൊട്ടീൻ എന്ന് പറയുന്നത്. നല്ലൊരു ഡയറ്റ് പ്ലാൻ തയ്യാറാക്കി ദിവസവും കുറഞ്ഞത് ഒരു അരമണിക്കൂറെങ്കിലും നടക്കുക. ഹെൽത്തിൽ ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാവും. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കും ഹെൽത്തിന് ഇഷ്യൂസ് ഉണ്ടായിരുന്ന വ്യക്തിയാണ്. ഈ വർഷവും ഡയറ്റ് കംപ്ലീറ്റ് ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. നവംബർ 31 ആകുമ്പോഴേക്കും എന്തെങ്കിലും ഒരു ചേഞ്ച് എൻ്റെ ലൈഫിലും ഈ ഹെൽത്ത് എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിൽ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ ലൈഫിലും ഇംപ്ലിമെൻറ്റേഷൻ ഉണ്ടെങ്കിൽ ഈ ഒരു വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ വന്ന് രേഖപ്പെടുത്തുക. രണ്ടാമത്തെ പ്ലാനിലേക്ക് കിടക്കുകയാണെങ്കിൽ റിലേഷൻഷിപ്പിന് നമ്മൾ എങ്ങനെയാണ് പ്രാധാന്യം കൊടുക്കേണ്ടത് എന്നല്ലേ. നോർമലി ഡിവോഴ്സുകൾ കൂടിക്കൂടി വരുന്നൊരു കാലമാണ്. അച്ഛനമ്മമാർക്കിടയിലുള്ള മക്കളുടെ റിലേഷൻഷിപ്പ്, സുഹൃത്തുക്കളുടെ ഇടയിലുള്ള റിലേഷൻഷിപ്പ്, വർക്ക് ലൈഫ് ബാലൻസ് നമുക്ക് ഒരുപോലെ കൊണ്ടുപോകാൻ പറ്റുന്നില്ല. സമയമില്ല. അതാണ് നോർമലി പൊതുവെ എല്ലാവരും പറയുന്നൊരു കാര്യം. സമയം എനിക്ക് തീരെ ഇല്ല എന്നുള്ളതാണ്. എങ്ങനെ റിലേഷൻഷിപ്പിൽ നമുക്ക് ഇമ്പ്രൂവ്മെൻറ്റ് കൊണ്ടുവരാൻ പറ്റും? ബേസിക്കലി ഏറ്റവും കൂടുതൽ റിലേഷൻഷിപ്പ് ബ്രേക്ക് ഔട്ട് ആകാതിരിക്കാനുള്ള ഒരേ ഒരു കാരണം എന്ന് പറഞ്ഞാൽ റെസ്പെക്റ്റ് കൊടുക്കുക എന്നുള്ളതാണ്. കീപ്പ് റെസ്പെക്റ്റ് എന്ന് പറഞ്ഞാൽ റെസ്പെക്റ്റ് അങ്ങോട്ട് കൊടുത്താൽ മാത്രമേ നമുക്ക് തിരിച്ച് റെസ്പെക്റ്റ് കിട്ടുകയുള്ളൂ. ഏതൊരു റിലേഷൻഷിപ്പിലും റെസ്പെക്റ്റ് കീപ്പ് ചെയ്യാൻ ശ്രമിക്കുക. ഞാൻ ഈ ഒരു വർഷം ഫോളോ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന രണ്ടാമത്തെ കാര്യമാണ് റിലേഷൻഷിപ്പിൽ റെസ്പെക്റ്റ് കൊടുക്കുക എന്നുള്ളത്. പറയാൻ ഉദ്ദേശിക്കുന്ന മൂന്നാമത്തെ കാര്യം കരിയറാണ്. കരിയറിൽ തീർച്ചയായും നിങ്ങൾക്ക് ഇംപ്ലിമെൻറ്റേഷൻ കൊണ്ടുവരാൻ സാധിക്കണം ഈ ഒരു വർഷം. അത് ഇനി ബിസിനസ് ആവട്ടെ, അല്ലെങ്കിൽ നിങ്ങളുടെ സ്വന്തം പ്രൊഫഷനിൽ നിങ്ങൾ വർക്ക് ചെയ്യുകയാവട്ടെ, തീർച്ചയായും ഒരു ഇമ്പ്രൂവ്മെൻറ്റ് കൊണ്ടുവരാൻ ശ്രമിക്കുക. അപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കരിയറിൽ നിന്ന് നിങ്ങൾക്ക് വലിയ നേട്ടമോ കാര്യങ്ങളോ ഒന്നുമില്ലെങ്കിൽ ആ ഒരു പ്രൊഫഷൻ മാറ്റി വേറൊരു പ്രൊഫഷനിലേക്ക് മൂവ് ഓൺ ചെയ്യുക. ഇനി നിങ്ങൾക്ക് കിട്ടുന്ന സാലറി ഇൻക്രിമെൻറ്റേഷന് വേണ്ടി എന്ത് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ പ്രൊമോട്ടഡ് ആവാൻ വേണ്ടി എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ആലോചിക്കുക. ഇല്ലെങ്കിൽ പാസീവ് ഇൻകം ജനറേറ്റ് ചെയ്യാനായിട്ട് അതിൻ്റെ കൂടെ ചെയ്യേണ്ട കുറച്ച് വഴികൾ എങ്ങനെയാണെന്ന് ആലോചിച്ച് കണ്ടുപിടിച്ച് കഴിഞ്ഞ വർഷത്തെ ഇൻകം സ്റ്റാറ്റസിൽ നിന്നും കരിയറിനെ ഡെവലപ്പ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. നാലാമതായിട്ട് നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ മണിയാണ്. കരിയറിൽ ഒരു ഇമ്പ്രൂവ്മെൻറ്റ് വരുമ്പോൾ തീർച്ചയായും നിങ്ങൾക്ക് മണിയിലും മാറ്റം വരും. ഇനി നിങ്ങൾ ബിസിനസ്സാണ് ചെയ്യുന്നതെങ്കിൽ നിങ്ങളുടെ കഴിഞ്ഞ വർഷത്തെ പ്രോഫിറ്റിനേക്കാൾ കൂടുതൽ പ്രോഫിറ്റ് ഈ വർഷം ജനറേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. മണിയിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പാസീവ് ഇൻകം ജനറേറ്റ് ചെയ്താൽ തന്നെ ഓട്ടോമാറ്റിക്കലി നമ്മൾക്ക് ഒരു മാസത്തെ വരുമാനം ഒരു 50,000 ആവട്ടെ, അല്ലെങ്കിൽ 1,00,000 ആവട്ടെ, നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി അത് 2 ലക്ഷത്തിലേക്കും 3 ലക്ഷത്തിലേക്കും ഇൻക്രിമെൻറ്റ് കൊടുക്കാൻ സാധിക്കും മണിയിൽ ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ. ഇങ്ങനെ 4 കാര്യങ്ങളെക്കുറിച്ചാണ് ഈ ഒരു വീഡിയോയിൽ എനിക്ക് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനുള്ളത്. 2024 ഈ 4 മേഖലകളിൽ ഫോക്കസ് ചെയ്യാനാണ് ഞാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്കും തീർച്ചയായും ഈ വീഡിയോ ഉപകാരപ്പെട്ടിട്ടുണ്ടാവുമെന്ന് ഞാൻ കരുതുന്നു. കാരണം ഒരുപാട് ആളുകൾക്ക് ചിലപ്പോൾ കാണുമ്പോൾ തീർച്ചയായും ഒരു ഐഡിയ ജനറേറ്റ് ചെയ്തിട്ടുണ്ടാവും, എങ്ങനെ പോകണം, എങ്ങനെ മുന്നോട്ട് ചിന്തിക്കണം എന്നൊക്കെ. ഈ വർഷം മുഴുവൻ ഈ ഒരു ഫോക്കസോടുകൂടി മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുക. ഏതൊരു പ്രതിസന്ധി വന്നാലും നിങ്ങൾക്ക് മുന്നോട്ട് പോകാനുള്ള ഒരു കരുത്ത് അതിൽ നിന്നും ഉണ്ടാകും. വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും കമൻറ്റ് ചെയ്യാം. അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരേക്കും സൈനിങ് ഓഫ് റിനിയ നമ്പ്യാർ, യുവർ മാഗ്നറ്റിക് ബിസിനസ് കോച്ച്. താങ്ക് യു ഓൾ.